പാപിയായിരിക്കുന്ന ഒരു മനുഷ്യൻ എങ്ങനെ രക്ഷ പ്രാപിക്കുന്നു എന്ന് ചോദിച്ചാൽ, അവൻ യേശുവിൽ വിശ്വാസം അർപ്പിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവൻ്റെ ഹൃദയങ്ങളിലോട്ട് വരികയും അവനെ വീണ്ടും ജനിപ്പിക്കുകയുമാണ്. അവൻ്റെ മൃതമായിരിക്കുന്ന ആത്മാവിനെ വീണ്ടും ജനിപ്പിച്ചുകൊണ്ട് അവനെ ഒരു പുതിയ സൃഷ്ടിയായി ദൈവ പൈതലാക്കി മാറ്റുകയും സ്വർഗത്തിൻ്റെ ഓഹരിക്കാരനാക്കി തീർക്കുകയുമാണ് ചെയ്യുന്നത്. എൻ്റെ പ്രിയ സ്നേഹിത, താങ്കൾ സ്വർഗപ്രാപ്തിക്കായിട്ട് അല്ലെങ്കിൽ മോക്ഷപ്രാപ്തിക്കായിട്ട് താങ്കൾ എന്തിലാണ് ആശ്രയിക്കുന്നത്? താങ്കൾ സൽപ്രവൃത്തികളിൽ ആശ്രയിക്കുന്ന ഒരു മനുഷ്യനാണെങ്കിൽ യേശുവിലോട്ട് താങ്കളുടെ ആശ്രയം മാറ്റുവാനായിട്ട് സ്നേഹപൂർവ്വം ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുകയാണ്. കർത്താവായ യേശു ക്രിസ്തുവിലല്ലാതെ ഒരുവന് രക്ഷ പ്രാപിക്കുവാനായിട്ട് സാധിക്കുകയില്ല. ദൈവത്തിൻ്റെ വചനം അസന്നിഗ്ധമായിട്ടാണ് ആ കാര്യം പറയുന്നത്. അതുകൊണ്ട് ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, യേശുവിനെ രക്ഷിതാവായിട്ട് സ്വീകരിച്ച് ഒരു നിത്യജീവൻ്റെ അവകാശിയായി തീരുവാനും സ്വർഗരാജ്യത്തിൽ ദൈവത്തോടൊത്ത് അനന്തമായിരിക്കുന്ന അനുഗ്രഹം പ്രാപിക്കുവാനും ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ.